മിന, അറഫ, മുസ്ദലിഫ എന്നിവിടങ്ങളിൽ ഹാജിമാർക്ക് ലഭിക്കുന്ന അധിക സേവനങ്ങൾക്കുള്ള ഫീസ് 850 റിയാൽ നിന്നും 1250 റിയാലായി വർദ്ധിപ്പിക്കാനാണ് ഹജ്ജ് സേവന സ്ഥാപനങ്ങൾ തീരുമാനിച്ചത്. എന്നാൽ ഇത് പിൻവലിക്കണമെന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഹജ്ജ് മിഷൻ സൗത്ത് ഏഷ്യൻ മുഅസ്സസ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 200 റിയാൽ കുറച്ച് 1050 റിയാലായാണ് നിശ്ചയിച്ചത്. മിനായിൽ തീപിടിക്കാത്ത അത്യാധുനിക തമ്പുകളിൽ മികച്ച കൂളർ സംവിധാനം ഒരുക്കും. അതോടൊപ്പം മിനായിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിൽ വർധനവുണ്ടാകും. അറഫയിൽ രാവിലെയും ഉച്ചക്കും ഭക്ഷണം നൽകുന്നതോടൊപ്പം മുസ്ദലിഫയിലേക്കുള്ള ഭക്ഷണപ്പൊതിയും വിതരണം ചെയ്യും. വെള്ളം, ഐസ്ക്രീം എന്നിവയും ഹാജിമാർക്ക് അന്നേ ദിവസം നൽകും. അടുത്ത 4 വർഷത്തേക്കാണ് കരാർ ഒപ്പുവെച്ചതെന്ന് ഹജ്ജ് കമ്മിറ്റി അംഗം ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി മീഡിയ വണ്ണിനോട് പറഞ്ഞു. മദീനയിൽ മുഴുവൻ ഹാജിമാർക്കും മസ്ജിദ് നബവിക്ക് സമീപം മർക്കസിയ ഏരിയയിൽ ഇത്തവണ താമസ സൗകര്യം ലഭിക്കും. 9 കമ്പനികളാണ് ഇതിനായി കൊട്ടേഷൻ നൽകിയത്. ഇവരുമായി ചർച്ച നടത്തി കരാർ ഒപ്പിട്ടു. മക്കയിൽ നിന്നും മദീനയിലേക്കും തിരിച്ചുമുള്ള ഹാജിമാരുടെ യാത്രയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും സൗദി അധികൃതരുമായി ചർച്ച ചെയ്തു. ഗതാഗത മന്ത്രാലയവുമായി ചർച്ച ചെയ്ത് മികച്ച ബസ് സൗകര്യം ഉറപ്പുവരുത്തുമെന്ന് മുഅസ്സസ അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട്. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ മെഹബൂബ് അലി കൈസർ, കമ്മിറ്റി അംഗം ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി, സിഇഒ അത്താവുർ റഹ്മാൻ, സൗദിയിലെ ഇന്ത്യൻ അംബാസഡർ അഹമ്മദ് ജാവേദ്, കോൺസുൽ ജനറൽ മുഹമ്മദ് നൂർ റഹ്മാൻ ഷെയ്ഖ്, ഹജ്ജ് കോൺസുൽ മുഹമ്മദ് ഷാഹിദ് ആലം എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. മദീനയിൽ നിന്നും അൽത്താഫ് കൂട്ടിലങ്ങാടിക്കൊപ്പം റബി മുഹമ്മദ്, മീഡിയ 1, ജിദ്ദ.